വസന്ത്, ഇത് പരാതി കിട്ടാതെ ഞങ്ങൾ പുറത്താക്കി എന്നൊക്കെ നിങ്ങൾ മാതൃകാപുരുഷന്മാർ ചമഞ്ഞെങ്കിലും KPC അധ്യക്ഷൻ വരെ ഇതൊക്കെ ഒരു രാഷ്ട്രീയ വേട്ടയാണെന്ന് ഇപ്പോഴും സംശയമാണ്. ആ സംശയം ഉള്ളതുകൊണ്ടാണ് തിരിച്ചെത്തിയ രാഹുലിന് പാർട്ടി പ്രവർത്തകർ പാലക്കാട്ട് കൊടുത്തത്. പാലക്കാട്ട് നിങ്ങളുടെ KSU ജില്ലാ സെക്രട്ടറി, അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അടക്കമാണ് കുന്നത്തൂർ മേട്ടിൽ കാത്തുനിന്ന് സ്വീകരിച്ചത്. CPM-ന് രാഷ്ട്രീയ ആയുധ സപ്ലൈ നിങ്ങൾ തന്നെ കൊടുക്കലാണ് ഈ ദിവസങ്ങൾ അത്രയും. വസന്ത്, അല്ല നോക്കൂ ഹാഷ്മി, KPCC അധ്യക്ഷൻ മുമ്പോട്ട് വെച്ച ആശങ്ക രാഹുലിനെതിരായിട്ടുള്ള പരാതി അത് രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ളതല്ല, മറിച്ചത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് കൊടുത്തത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് അതേ മണിക്കൂറിൽ തന്നെ കൊടുത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനും രാഹുലിന്റെ മേലുള്ള പാപക്കറ അദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷവും കോൺഗ്രസ് ചുമക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്നാണ്. അല്ലാതെ രാഹുലിനെ വെള്ളപൂശാനോ രാഹുലിനെ ന്യായീകരിക്കാനോ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ലീഗൽ ബ്രെയിൻ, എന്തിനാണ് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? വസന്ത് സിറിയക്, ലീഗൽ ബ്രെയിൻ ഉണ്ടായാൽ എന്താ? ഈ പറയുന്ന അത് വെൽ ഡ്രാഫ്റ്റഡ് ആയാൽ നിങ്ങൾക്കൊരു പരാതി കിട്ടി, നിങ്ങളത് കൈമാറി, അവിടെ തീരണ്ടേ? അത് കിടന്ന് തൂങ്ങണോ? അല്ല, ആ പരാതി KPCCക്ക് നൽകിയതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലാക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ രാഷ്ട്രീയ ലാക്കുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ ലാക്ക് കൂടി പരിശോധിക്കപ്പെടണം, അതുകൂടി ചർച്ച ചെയ്യപ്പെടണം. ഇതാണ് പ്രശ്നം. അതായത് രാഹുലിനെതിരെ ഉയരുന്ന പരാതികൾ രാഷ്ട്രീയ ലാക്കാണോ യഥാർത്ഥ പരാതികളാണോ നിങ്ങൾക്ക് തന്നെ സംശയമാണ്. എന്നിട്ട് നിങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അവിടെ പാലക്കാട്ടേക്ക് ഈ പറയുന്ന രാഹുൽ വരുമ്പോഴേക്ക് നിങ്ങളുടെ നേതാക്കളൊക്കെ കാത്തു നിൽക്കുക അദ്ദേഹത്തെ സ്വീകരിക്കാൻ. നിങ്ങൾ ഈ പറയുന്ന നിലപാട് താഴെത്തട്ടിലേക്ക് എത്തില്ല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ സംശയം? കാരണം നോക്കൂ, അല്ല ഹാഷ്മി നോക്കൂ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA മാത്രമാണ് കേട്ടോ, ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രിയായി ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആളല്ല. എന്നാൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിക്ക് ഇന്ന് ഞങ്ങളെ മുഴുവൻ സ്ത്രീലംബടന്മാർ എന്ന് വിളിച്ച ആ ആഭ്യന്തര ലംബടൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം കിട്ടിയ പരാതികളിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഭരണഘടനാപരമായി ഈ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളെയും സംരക്ഷിച്ചു കൊള്ളാം എന്ന് വാക്കുകൊടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ മുൻ MLA ആയിരുന്ന PT കുഞ്ഞുമുഹമ്മദിനെതിരായി വന്ന പരാതി ഏതാണ്ട് 12 ദിവസക്കാലം തന്റെ ടേബിളിനടിയിൽ അങ്ങ് സൂചിപ്പിച്ച റെഡ് കാർപ്പറ്റിനടിയിൽ വെച്ച് കാലുകൊണ്ട് ഞെരിച്ചമർത്തി അതിന്റെ മുകളിൽ ഇരുന്ന ആളാണ് ഇന്ന് ഞങ്ങളെ വിമർശിക്കാൻ പുറപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പുകസ, എന്താ പുകസ? പുരോഗമന കലാസാഹിത്യ സംഘമാണ്, അത് CPM നിയന്ത്രണമാണ്. അവിടെ അതിന്റെ സെക്രട്ടറി ആയിരുന്ന ഗോകുലേന്ദ്രനെതിരായിട്ട് ഒരു പോക്സോ കേസ് പരാതി വരുന്നുണ്ട്. പുകസ തന്നെ കമ്മിറ്റിയെ വെച്ചു, അന്വേഷിച്ചു, തള്ളിക്കളഞ്ഞു. അങ്ങനെ CPM-ന്റെ സഹയാത്രികർ, CPM നേതാക്കൾ, CPM-ന്റെ മുൻ MLA-മാർ, നിലവിലെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ, ഇവർക്കെല്ലാം എതിരെ ഇത്തരം പരാതികൾ ഉയർന്നു വന്നപ്പോൾ ഇവർക്കെല്ലാം എതിരെ ഇത്തരം പരാതികളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മുഖ്യമന്ത്രിയെ നേരിട്ട് സമീപിച്ചത് അടക്കമുള്ള വിഷയങ്ങളിൽ എന്താണ് ഈ ആഭ്യന്തര ലംബടന്റെ നിലപാട്? എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അല്ലല്ല, ലംബടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തിയുള്ള ആൾ എന്നാണ് അർത്ഥം. അധികാരത്തോട് അദ്ദേഹത്തിന് ആർത്തി ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ത്രീലംബടൻ എന്ന് വെച്ചാൽ സ്ത്രീയോട് കൂടുതൽ ആർത്തിയുള്ള ആൾ എന്ന് അദ്ദേഹത്തിന് ഉപയോഗിക്കാമെങ്കിൽ അധികാരത്തോട് കൂടുതൽ ആർത്തിയുള്ള ആൾ എന്ന് ഞാൻ ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? അപ്പൊ ആ ലംബടത്തമുള്ള ആൾ എന്ത് ചെയ്തു? അദ്ദേഹം ആ പരാതികൾ മുക്കിക്കളഞ്ഞു. നോക്കൂ ഹാഷ്മി, അങ്ങിരിക്കുന്ന തിരുവനന്തപുരത്ത് ഒരു SC/ST വനിത വീട്ടുജോലിക്ക് പോകുന്നവർ, അവരുടെ ആ വീട്ടിലെ മാല മോഷണം പോയി എന്ന് പറഞ്ഞ് പോലീസ് മുടിക്കുത്തിന് പിടിച്ച് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവരും അവരുടെ മകളും നേരിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ നേരിട്ട് പോയി കാണുന്നു. ഇത് കള്ളക്കേസാണ്, കള്ളപ്പരാതിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വിഷയത്തിൽ അന്ന് വൈകുന്നേരം നിങ്ങൾ പോയി വേറെ എന്തെങ്കിലും പണി നോക്കൂ എന്ന് പറഞ്ഞാണ് P ശശി മടക്കി വിടുന്നത്. ഈ P ശശിയെ നമുക്കറിയാമല്ലോ. അങ്ങനെ പോലീസ് അട്രോസിറ്റികൾ അടക്കം നേരിടേണ്ടി വന്ന ഈ സംസ്ഥാനത്തെ വിവിധ സ്ത്രീകളുണ്ടെന്നേ. സ്ത്രീപീഡനം, ലൈംഗിക അതിക്രമണങ്ങൾ മാത്രമല്ല, പോലീസ് അട്രോസിറ്റികൾ. ഈ വലിയ മേന്മ പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി പിണറായി വിജയന്റെ കാലത്താണ് പരാതിക്കാരെ വെച്ചുമാറുന്നു പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ എന്ന വിവരം വെളിയിലേക്ക് വന്നത്. മിനിഞ്ഞാന്നാണ് കൊല്ലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കരണക്കുറ്റി നോക്കി അതേ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥയായ സ്ത്രീയെ മർദ്ദിക്കുന്നത്, കരണത്തിനടിക്കുന്നത്. എന്താ ഈ സർക്കാരിന്റെ നിലപാട്? ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിക്ക് എന്താ പണി? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.